പ്രിയപ്പെട്ടവരെ, ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും കൊലയാളി തെമ്മാടികളെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു അന്തം കമ്പിൻ്റെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവ് ഒരു വേദിക്കകത്ത് കല്ല് വെച്ച നുണ പച്ചക്കളവുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ പ്രസംഗിക്കുക. ഉളുപ്പുണ്ടോ ഈ സാധനത്തിനൊക്കെ ഒന്നും നമ്മൾ ചോദിക്കുന്നില്ല. അത് ഈ വർഗത്തിന് ഇല്ലല്ലോ. അതുണ്ടെങ്കിൽ ഇതിങ്ങനെ വന്ന് പറയത്തില്ലല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, ആ പ്രസംഗത്തിൽ ചില ഭാഗങ്ങൾ കേട്ടിട്ട് ഞാൻ അതിന് മറുപടി പറയാം. കേട്ടാ, ഈ വിഡ്ഢി കുഷ്മാണ്ടന്റെ, ഈ കൊലയാളികളെ ന്യായീകരിക്കുന്ന ഈ വൃത്തികെട്ട ഈ മനുഷ്യന്റെ വാതില് പുറത്തു നിന്ന് പൂട്ടിയിട്ട് ഉള്ളിലേക്ക് ആ കേസ് ശിക്ഷിച്ചു. അതിലെ പ്രതികളായ ആളുകൾ ഇരട്ട ജീവപര്യന്തവും മറ്റ് ചില ശിക്ഷകളൊക്കെ കൊടുത്തു. കൊലപാതകം ഏത് സാഹചര്യത്തിലായാലും ആരുടെ പേരിലായാലും നടക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. തെമ്മാടിത്തരം പറയുന്ന ഒരു നിരപരാധികളെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിച്ച് പാർട്ടി സംരക്ഷിക്കുന്ന നിങ്ങൾ വന്നിട്ട് ഇവിടെ ഞങ്ങൾക്കതിലൊരു പങ്കുമില്ല, ഞങ്ങളത് ആരോടും ഞങ്ങളങ്ങനെ ആരും ഇതും അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ മാത്രം കഴുതകളും പട്ടിപ്പാലും കുടിക്കുന്നവരല്ല കേരളത്തിലെ പൊതുസമൂഹം എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം ആദ്യം. കേട്ടാ, നീയൊക്കെ തള്ളുന്നത് കേട്ടിട്ടങ്ങ് വിശ്വസിക്കാൻ വേണ്ടി. ബാക്കിയും കൂടി കേൾക്ക്. മനുഷ്യർ വെറുതെ വെട്ടിക്കൊല്ലാൻ പാടില്ല. പക്ഷേ ഇതിന്റെ പേരിൽ CPIM-നെ ആക്ഷേപിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഞങ്ങളിങ്ങനെ മനുഷ്യരെ വെട്ടിക്കൊല്ലാൻ നടക്കുന്നവരാണോ? എത്ര പേരെയാണ് ഞങ്ങളുടെ പാർട്ടിക്കാരെ വെട്ടിക്കൊന്നത് ഈ കേരളത്തിൽ? ആ കാസർഗോഡ് ജില്ലയിലാണ് 5 പേരെ 1987 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ചീമേനിയിൽ പാർട്ടി ഓഫീസിലിരുന്ന തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സ്ഥിതിഗതികൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു 4-5 പ്രവർത്തകന്മാർ. വാതില് പുറത്തു നിന്ന് പൂട്ടിയിട്ട് ഉള്ളിലേക്ക് വൈക്കോല് വലിച്ചിട്ട് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി കല്ല് വെച്ച നുണ, പച്ചക്കളവ്, ശുദ്ധ അസംബന്ധം. ഇങ്ങനെയുള്ള കല്ല് വെച്ച നുണ നിന്റെയൊക്കെ പാർട്ടി ഓഫീസിൽ ഊക്കേജിലും പോയിട്ട് അങ്ങ് തള്ളിക്കൊടുക്ക്. അന്തംഗമ്മികൾ കയ്യടിക്കും. ഏതർത്ഥത്തിൽ ചീമേനിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാൻ തുടക്കം വെച്ച പാർട്ടിന്റെ പേരെന്താന്ന് പറയണോ നീ ആദ്യം, എന്നിട്ട് ഈ കളവ് തള്ളണോ? അവിടെ ആദ്യം പോളിംഗ് ബൂത്തിലിരുന്ന ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പോളിംഗ് കഴിഞ്ഞ് പുറത്തോട്ട് വരുമ്പോൾ ഒരു പാടത്തിട്ടിട്ട് വെട്ടിക്കൊന്ന് കളഞ്ഞ തെമ്മാടി പാർട്ടിയല്ലേ നിങ്ങൾ? അതിനുശേഷം അതിന്റെ റിട്ടാലിയേഷൻ ആയിട്ടല്ലേ അവിടെ എങ്ങനെ ഒരു സംഭവം ഉണ്ടായത്? എന്നിട്ടും നിങ്ങൾ അതിനുശേഷം അതിനകത്തുള്ള കോടതി വെറുതെ വിട്ട പ്രതികളെ പോലും നിങ്ങൾ നടുറോടുമിട്ട് വെട്ടിക്കൊന്നിട്ടില്ലേ നിങ്ങൾ? നാണം കെട്ട മനുഷ്യ, ഇതെങ്ങനെയാ നിങ്ങൾ ഇങ്ങനെ കല്ല് വെച്ചെന്നുള്ള ഈ പബ്ലിക്കിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നത്? എന്നിട്ട് പറയും ഞങ്ങളാവലും അവിടെ ആദ്യം വെട്ടിക്കുന്നത്. ആദ്യം ഞങ്ങളെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനെ വെട്ടിക്കൊന്നപ്പോ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ഒപ്പം നടക്കുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് വികാരമുണ്ടായിട്ട് അതിന് റിട്ടാലിയേഷൻ ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമാണ് അല്ലേ? ആ ഇതിന് വെച്ചിട്ടാണോ ഇപ്പൊ ഈ നിരപരാധികളായ 2 ശരത് ലാലിനെയും കൃപേഷിനെയും വെട്ടിക്കൊന്നവരെ ന്യായീകരിക്കാൻ വേണ്ടി നീയൊക്കെ നിൽക്കുന്നത്? എന്നിട്ട് പറയാം ഞങ്ങൾക്ക് ഒരുപാട് പേര് അങ്ങ് നഷ്ടപ്പെട്ടിട്ടുണ്ട് പോലും. എങ്ങനെയാ നഷ്ടപ്പെടുന്നത്? നിങ്ങൾ എല്ലാവരുടെ പേടിയിലേക്കും പാഞ്ഞു കയറും പോയിട്ട് എല്ലാവരെയും ആദ്യം തോണ്ടും. ആ തോണ്ടി വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തിരിച്ചടി കിട്ടുന്നുണ്ട്. അത് സ്വാഭാവിക. അതെന്ത് ഇന്ത്യ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇതൊക്കെ തോണ്ടി വെക്കുന്നത്? നിന്റെ സംഘപരിവാറിനും ചക്രവർത്തി പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പോലും കൊല്ലപ്പെടാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരെയാണ് UDF-ന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ. പക്ഷെ ആ സത്യത്തെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളെ പാർട്ടി ഗ്രാമത്തിൽ മറ്റൊരു പാർട്ടി കടന്നു കയറുമ്പോൾ അവിടെ വാക്ക് തർക്കങ്ങളും അവിടെ നിങ്ങൾ പരസ്പരം വെട്ടിക്കൊന്നതും എന്തിനാണ് പൊതുസമൂഹത്തിന്റെ വേണ്ടിയിലേക്ക് വെച്ച് കെട്ടുന്നത്? എന്നിട്ട് പറയാം ഞങ്ങൾക്ക് ഒരുപാട് പേര് അങ്ങ് നഷ്ടപ്പെട്ടിട്ടുണ്ട് പോലും. നിന്റെയൊക്കെ വർത്താനം കേട്ടാവിയായിരിക്കും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് പോരാടിയിട്ട് ജീവൻ നഷ്ടപ്പെട്ടതല്ലേ? എന്നിട്ട് ഉളുപ്പില്ലാതെ വന്നിട്ട് ഈ കാപാലിക കൂട്ടങ്ങൾക്ക് ന്യായീകരിക്കുക. നിന്നെയൊക്കെ കോഴിക്കോട് ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചത് വെറുതെ ഒന്നല്ല. അവിടെ മനസ്സിലാക്കി ജനങ്ങളൊന്നും കഴുതകളല്ല എന്നുള്ള കാര്യം. ഇതുപോലെ പച്ചക്കളവ് അങ്ങ് കേട്ട് ഇനിയൊക്കെ പറയുമ്പോൾ കേട്ട് വിശ്വസിക്കാൻ മാത്രം. ഓക്കെ, ഞാനിത് വികാരപരമായിട്ടാണ് പറയുന്നത്. കാരണം എന്താ അറിയോ, 2 നിരപരാധിയായ കുഞ്ഞുങ്ങളെ ഒരു കാരണമില്ലാതെ വെട്ടിക്കൊന്ന് ഒരു വാക്ക് തർക്കത്തിന്റെ പേരിൽ, എന്നിട്ട് അതിനുശേഷം കുറെ കള്ളക്കേസും ആ കുഞ്ഞുങ്ങളെ പേരിൽ ഉണ്ടാക്കി. എന്നിട്ടും